എടാ സത്യം ചെയ്യാൻ. സത്യം ചെയ്യടാ. ആ അവന് ജീപ്പ് കാണുന്നില്ല മോളെ. അവൻ വന്നില്ലേ? അല്ല, ഇനി വന്നിട്ട് എങ്ങോട്ടെങ്കിലും പോയാ? ഭാമയോട് ചോദിക്കാം. ഭാമേ, ഇയാളങ്ങോട്ട് വിടറോ, ഞാൻ നടന്നോളാം. എപ്പോഴും പിടിച്ച് നടക്കുവാ. ഭാമേ, ഇവിടെ ആരാ? അനുകൂലല്ലേ? ഇവിടെ കൈയോടെ ഞാൻ കൂട്ടിക്കൊണ്ട് പോന്നേ. പോക്ക് രണ്ടായിട്ടാണെങ്കിലും തിരികെ പോന്നത് ഒന്നിച്ചായില്ലേ? അല്ല, നാളത്തെ സദ്യയുടെ കാര്യം ശാരദാമ്മ അടുത്ത് പറയാൻ പോയപ്പോഴേ ശാലിനോട് ഉണ്ടായിരുന്നേ. എന്നാ പിന്നെ ഒന്നിച്ച് പോരാന്ന് വിചാരിച്ച്. ആ രാഘവേട്ടനിപ്പം അത് നടത്തി അടങ്ങുമല്ലേ? പിന്നല്ലാതെ. എനിക്ക് വേണ്ടപ്പെട്ട കുറച്ചു പേരത്തൊക്കെ വരാനും ഞാൻ പറഞ്ഞിട്ടേ. മോളെ, ശാരികയ്ക്ക് എങ്ങനെയുണ്ട്? എല്ലാവർക്കും വാശിയാണല്ലോ, അവരവരുടെ കാര്യങ്ങൾ ജയിക്കണം എന്നുള്ള വാശി. അത് നടക്കട്ടെ. ശാരികയുടെ കാര്യം അങ്ങനെ തന്നെയാ. അല്ല ഭാമേ, വിഷ്ണു വന്നില്ലേ? അത് പിന്നെ വണ്ടി ശരിയാക്കി കിട്ടി കാണില്ല. അതൊന്നും ശരിയാവും. വണ്ടി ശരിയാക്കി കിട്ടിയിട്ട് വരുമെന്നാണോ ഭാമേനോട് പറഞ്ഞേ? ശാലിനിക്കൊപ്പം വരുന്നില്ലേ പറഞ്ഞേ? ശാലിനി വാ വരട്ടെ. രാഘവേട്ട, അവ എന്താ പറയാ ഇത്ര താമസിക്കണേ? നിങ്ങൾ ഒരുമിച്ചില്ലേ പോയത്? ഒന്നിച്ച് തിരിച്ചു വരേണ്ടവരെ നിങ്ങൾ എങ്ങനെ രണ്ടായിട്ട് മാറിയെന്ന്. അതെ, പോകുന്ന പോക്കിനിടയിലേ നിങ്ങൾ അമ്മ എന്തെങ്കിലും വഴക്കോ പിണക്കോ ഉണ്ടായോ? അല്ലാതെ ഇപ്പം എങ്ങനെ ഇങ്ങനെ ഒരു അകൽച്ച ഉണ്ടാവുന്നേ? അയ്യോ രാഘവേട്ട, അവര് തമ്മിൽ അകൽച്ചയൊന്നുമില്ല. ഞാൻ ഭാമയോട് വല്ലതും ചോദിച്ചോ? ആ മോളെ, അച്ഛനോട് കള്ളം പറയല്ലേ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഒന്നിച്ച് സംസാരിക്കുന്നില്ല, ഒന്നിച്ചിരിക്കുന്നില്ല, കുട്ടികളെ കൊണ്ട് രണ്ടുപേരും ഒന്നിച്ച് പുറത്തു പോകുന്നില്ല. എന്റെ രാഘവേട്ട, ഒന്ന് ബഹളം വെക്കാതിരിക്കോ? ഭാമേ, മോളെ നീ ചെല്ല്, നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. അവിടേക്ക് പറയുന്നത് കേട്ടിട്ട് അങ്ങോട്ട് പോയാ മതി. വിഷ്ണു ഇപ്പൊ എവിടെ ഉണ്ട്? അവൻ എപ്പോ എവിടെ വരുമെന്ന്? അതാ അറിയത്തില്ലല്ലേ? അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എല്ലാരും കൂടിയേ എന്നെ പൊട്ടനാക്കുവാന്ന്. എന്നെ പറ്റിക്കുവാ. ഞാൻ എന്തുവാ നിങ്ങളുടെ കളിപ്പാവാന്നോ? രാഘവ് സാറേ, എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്താണോ പറയുന്നതേ? പച്ച മലയാളം. എടോ, ഇത്ര നാൾ താൻ എന്റെ പിന്നെ നടന്നിട്ടേ ഞാൻ പറയുന്നത് എന്താ തനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവുന്നില്ലെങ്കിലേ താൻ എന്റെ പിന്നെ നടക്കണ്ട. പൊക്കോ, ഇറങ്ങി പൊക്കോടോ. എന്നെ മനസ്സിലാക്കാതെ ഒരു സഹായിയും എനിക്കിനി വേണ്ട. രാഘവേട്ട, വിഷ്ണു വരാത്തതിന് പാവം പിള്ള എന്തു പിഴച്ചു? ഒരു കാര്യം ഞാൻ പറയാം, എല്ലാരും കൂടെ എന്നെ ചതിക്കാം ഇവിടെ. എന്റെ മോനെ ഒളിപ്പിച്ചു വെച്ചിട്ടേ എന്നെ പറ്റിക്കുവാ. എനിക്കറിയാം അവനെ കണ്ടുപിടിക്കാൻ. വിഷ്ണുവിനെ കൂടെ ഞാൻ വരത്തുള്ളൂ. നാളത്തെ ചടങ്ങ് നടക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് ചെയ്യുന്ന പണിയായത്. എനിക്കറിയാം അവനെ കൊണ്ടുവരാനായിട്ട്. പറ്റുന്നിടത്തൊക്കെ ഞാൻ പോയി അന്വേഷിക്കും. ഇനി എങ്ങനെ അവനെ കണ്ടില്ലെങ്കിൽ ആദ്യം പറഞ്ഞ ട്രെയിന് മുമ്പിൽ ചാടി ഞാനങ്ങ് ചാവും. അപ്പൊ അവനെ കാണാൻ വരും. അച്ഛനെ ബലിയിടാൻ അവന് വിചാരിക്കാനൊക്കത്തില്ല.
ആ, അച്ഛാ, ആ, അവനെ കണ്ടുപിടിക്കും. ആ, അവനെ കണ്ടുപിടിച്ചോളാം. അച്ഛാ, ആ, ഞാൻ കണ്ടുപിടിച്ചോളാം. മാറിക്കിടാ അങ്ങോട്ട്. ശ്ശോ, സത്യമേ, അച്ഛനെ പോയി എന്തെങ്കിലും പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കേ. സാറ് നിക്ക് സാറേ, സാറിത് എങ്ങോട്ട് വിടോ പോകുന്നു? അങ്ങോട്ട്. സാറേ പറയുന്നത് ഒന്ന് ഇവിടെ പിള്ളേ, ഇവിടെ ഇവിടെ. അല്ലെങ്കിൽ മറ്റൊരു ദുരന്തത്തിലാവും ഇത് പോയി കലാശിക്ക. ഇവിടെ വിടോ. സാറ് ഇവിടെ നിക്ക് രാഘവേട്ട സാറേ. രാഘവേട്ടൻ എങ്ങോട്ടാ ഈ പോകുന്നത്? എനിക്കത് കാണണ്ട. ഞാൻ പോവാ. രാഘവേട്ട വിടാതെ പറഞ്ഞേ. അച്ഛാ, ഈശ്വര. വിഷ്ണു വന്ന്. ഇനിയിപ്പോ എന്താവും എന്തോ. അച്ഛാ, അച്ഛനത് എങ്ങോട്ടാ? എടാ മക്കളെ, നീ എവിടെ ആയിരുന്നല്ലോ? ഇവരോട് ചോദിച്ചിട്ടും ഇവരൊരു ഉത്തരവൊന്നും പറയുന്നില്ല. ഓ, നീ എവിടെ ആയിരുന്നല്ലോ മക്കളെ? നിന്നെ കാണാത്തോണ്ടേ അച്ഛനെ ഭ്രാന്ത് പിടിക്കുന്നതൊക്കെ തോന്നിയാളാ. അല്ല, വണ്ടി എപ്പോ നന്നാക്കി കിട്ടിയടാ? ആ, അതിന് വണ്ടിക്ക് ആ അത് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ആ, ആ. ആ, അത് ഞാൻ ശരിയാക്കി അച്ഛാ. ഓ, ഇനിയിപ്പോ ശരിയാക്കിയില്ലെങ്കിൽ ശരി. ഇനിയിപ്പോ ഒരിടത്തോളം പോണ്ട. അതെ, നാളത്തെ ചടങ്ങിന് ശേഷേ ഇനി ഇവിടുന്ന് പുറത്തോട്ട് മതി കേട്ടോ. ഉം? ദാണ്ടേ, അച്ഛന്റെ കയ്യിലടിച്ച് മോൻ സത്യം ചെയ്യ്. നീ എന്തിനാടാ അവളെ നോക്കുന്നേ? സത്യം ചെയ്യടാ. എടാ, സത്യം ചെയ്യാൻ. സത്യം ചെയ്യടാ. ആ, ശരി, നാളത്തെ ചടങ്ങ് കഴിഞ്ഞ് ഞാൻ എവിടേക്കെങ്കിലും പോകൂ. മിടുക്ക് മിടുക്ക് മിടുക്ക്.